അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാത്ര ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് നാടുകൾ കാണണം, അവിടുത്തെ കാഴ്ചകളിൽ അഭിരമിക്കണം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ യാത്രകൾ ഇസ്ലാമികമായി തീരണം. അവിടുത്തെ സംസ്കാരങ്ങൾ, ആളുകളുടെ പെരുമാറ്റങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് യാത്രയെ സ്നേഹിക്കുന്നവർ വിവിധ നാടുകളെ തേടി, കാണാത്ത കാഴ്ചകൾ തേടി വ്യത്യസ്ത നാടുകളിലേക്ക് ഇടയ്ക്കിടെ സന്ദർശിക്കുന്നവർ, യാത്രയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും മനസ്സിലെ വലിയ മോഹങ്ങളിൽ ഒന്നാണ് കാശ്മീർ എത്തിച്ചേരുക എന്നത്. ഭൂവിസ്തൃതി കൊണ്ടും പ്രകൃതി മനോഹാരിത കൊണ്ടും കാലാവസ്ഥയുടെ പ്രത്യേകമായ ചേർത്തുപിടിപ്പ് കൊണ്ടും ഭൂമിയിലെ തന്നെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന വളരെ മനോഹരമായ സ്ഥലം കാശ്മീർ. ഉയർന്നു നിൽക്കുന്ന മലനിരകൾക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന നല്ല നയന മനോഹരമായ കാഴ്ചയുള്ള കാശ്മീർ. ഏകദേശം 50-ലേറെ കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന ചുരപാത നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വശങ്ങളിലൂടെ കാണുന്ന ഈ കാഴ്ച വളരെ മനോഹരമാണ്. കണ്ട് കൊതി തീരാത്ത, കണ്ണെടുക്കാൻ തോന്നാത്ത ചില കാഴ്ചകളിൽ ഒന്നാണ് കാശ്മീരിലെ ഇത്തരത്തിലുള്ള യാത്ര. ഇടതൂർന്ന വനാന്തരങ്ങൾ, അതിലേറെ മനോഹരമായി എഴുന്നു നിൽക്കുന്ന മലനിരകൾ, ഗിരിശൃംഗങ്ങൾ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ ചെറിയ നീരൊഴുക്കുകളാണെങ്കിലും നല്ല മഴയുള്ള കാലാവസ്ഥയാണെങ്കിൽ അതിൻ്റെ കാഴ്ച ഒന്നുകൂടെ മനോഹരമാകുമല്ലോ. ഈ നീരുറവക്കും ഈ ഒരു കാഴ്ചക്കും നമ്മുടെ മനസ്സിന് പകരുന്ന കുളിര്, നമ്മുടെ മനസ്സിന് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. കാശ്മീരിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. വ്യത്യസ്ത വഴികൾ, മാർഗങ്ങൾ അതിന് സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തങ്ങളായ വഴികൾ കാശ്മീരിലേക്ക് ഉണ്ടല്ലോ. ട്രെയിൻ മാർഗം ജമ്മു കാശ്മീരിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അവിടെ നിന്ന് ചെറിയ ട്രാവലറുകളിൽ ഒക്കെയായിട്ട് സംഘം ചേർന്നുകൊണ്ട് ഒരു നല്ല ടൂർ പാക്കേജിന് കീഴിൽ വരുന്നതാണ് ഏറ്റവും അഭികാമ്യം. നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഭാഷ കൈമാറ്റം ചെയ്യുവാനും സാധ്യമല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൂർ പാക്കേജ് തിരഞ്ഞെടുത്ത് കാശ്മീരിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. ഇതിൽ ഈ ഒരു കാഴ്ച മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് കാശ്മീരിലെ വ്യത്യസ്ത കാണാവുന്ന നല്ല ഇടങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള പ്രത്യേകതകൾ, ചരിത്രങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള കാഴ്ചകൾ വിശദീകരിച്ചുകൊണ്ടുള്ള, കാണേണ്ട ഡെസ്റ്റിനേഷനുകൾ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇൻഷാ അല്ലാഹ് തുടർന്ന് ചെയ്യാവുന്നതാണ്. 50 കിലോമീറ്ററിലേറെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് കൊങ്കൺ പാതകളും ഒരുപാട് ടണലുകൾക്കുള്ളിലൂടെ, അതേപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈവർമാരെ പ്രത്യേകം എടുത്തു പറയണം. അതിവേഗതയിൽ അതിസാമർഥ്യത്തോടുകൂടെ ഈ ചെറിയ റൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നത് ഏറെ ഭീതിയോടുകൂടെയും കൗതുകത്തോടുകൂടെയും ആശ്ചര്യത്തോടുകൂടെയും അത്ഭുതത്തോടുകൂടെയും ശ്വാസമടക്കി പിടിച്ചുകൊണ്ടല്ലാതെ അതിൽ ഇരിക്കുന്നവർക്ക് യാത്ര ചെയ്യാനാവില്ല എന്ന് കരുതി ഇവിടെ എത്തുമ്പോൾ നമുക്ക് അവരെ അവിശ്വസിക്കാതിരിക്കാനാവില്ല. അത്രയും പെർഫെക്റ്റായ രീതിയിലാണ് അവരുടെ ഡ്രൈവിംഗ് എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അങ്ങനെ നല്ല അഗ്രഗണ്യനായ ഒരു ഡ്രൈവറുടെ കൂടെ തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ആ യാത്രയിൽ കണ്ട ഒരു പ്രകൃതിയുടെ ഒരു ചെറിയ ഒരു ഭാഗം, കാശ്മീരിൻ്റെ വലിയ മനോഹരമായ കാഴ്ചകളിൽ നിന്ന് ചെറിയ ഒരു ഭാഗമാണ് ഇത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് കാശ്മീരിലെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ കാഴ്ചകൾ, ചരിത്ര സ്മാരകങ്ങൾ, ഇടങ്ങൾ, പോകേണ്ട സ്ഥലങ്ങൾ, അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാം, അവിടുത്തെ ടിക്കറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് തുടർ വീഡിയോകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ മനോഹരമായ ധാരാളം സ്ഥലങ്ങൾ നല്ല നീയത്തോടുകൂടെ ധാരാളം സഞ്ചരിക്കാനും അവിടങ്ങളിൽ എത്തിച്ചേരാനും അതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാനും, അങ്ങനെ ഒരുപാട് സംസ്കാരത്തെ തിരിച്ചറിഞ്ഞ് അതിലേറെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തിരിച്ചറിഞ്ഞ് അവനിലേക്ക് തഖ്വയോടുകൂടെ അടുക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.